പുനലൂർ KSRTC ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നഗരസഭ മുൻ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ രംഗത്ത്. ജീവനക്കാരുടെ മോശമായ പെരുമാറ്റത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. രാത്രി 8 മണിയാവുമ്പോൾ ട്രാഫിക് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് റോഡിൽ ഇടുക പതിവുള്ളതാണ്. പോലീസ് ഓഫീസർമാരോട് പോലും ഉത്തരവാദിത്വമില്ലാതാണ് ഇവർ പെരുമാറുന്നത്. അതുപോലെ തന്നെ ഇവിടെ യാത്രക്കാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ദിവസങ്ങളിൽ പല ഡ്രൈവർമാരും മദ്യപിച്ചാണ് പകൽ പോലും വണ്ടി ഓടിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഇവിടെ നിലനിന്നാൽ തീർച്ചയായും ജനങ്ങൾ വെറുക്കുന്ന ഒരു ബസ് സ്റ്റാൻഡായി പുനലൂർ KSRTC ബസ് സ്റ്റാൻഡ് മാറും എന്നുള്ള തർക്കമില്ല. അടുത്തിടെ പുനലൂർ ഡിപ്പോയിലുണ്ടായ 2 അപകട മരണങ്ങളെപ്പറ്റി സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ, അതുപോലെ ഇവിടെ നടന്ന മരണങ്ങളെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം നടത്തുവാൻ, അതുപോലെ ഇവിടുത്തെ കംഫർ സ്റ്റേഷനിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ATOയുടെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നിരവധി കുടിവെള്ള പദ്ധതികളുള്ള കല്ലടയാറ്റിലേക്ക് പമ്പ് ചെയ്തതിൻ്റെ സാഹചര്യവും ഒക്കെ ഒരു അന്വേഷണത്തിലൂടെ നിരുത്തരവാദപരമായ പെരുമാറ്റം അവസാനിപ്പിക്കുവാൻ ബഹുമാന്യനായ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഫാക്സ് സന്ദേശം പരാതി ആയി അയച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ ഡിപ്പോയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവും. KSRTC പുനലൂർ ഡിപ്പോ പൂർണ്ണ അരാജകത്വത്തിലാണ്. സ്ഥല സൗകര്യം ഉണ്ടായിട്ടും ഡ്രൈവർമാർ റോഡിൽ ബസ് അനധികൃതമായി പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് മകളുമായി ആശുപത്രിയിൽ പോയ VP ഉണ്ണികൃഷ്ണൻ ഇവിടത്തെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. വിവരം ആരാഞ്ഞപ്പോൾ ജീവനക്കാർ മോശമായി സംസാരിച്ചതായും പരാതിയിൽ പറയുന്നു. ജീവനക്കാരുടെ കെടുകാര്യസ്ഥതയും ഗുണ്ടാമനോഭാവവും അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം കക്ഷിരാഷ്ട്രീയം മറന്ന് ഡിപ്പോയ്ക്കെതിരെ ജനങ്ങൾ അണിനിരക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും VP ഉണ്ണികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.